ഹലോ, എല്ലാവർക്കും ഡിഎസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി കൊണ്ട് ഒരു വെള്ളയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പം ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/2 കപ്പ് പച്ചരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ല വൃത്തിയായി കഴുകി നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ കഴുകിയെടുക്കട്ടെ. ഇത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിന് മൂടി വെക്കാം. ഇതിന് നല്ലതുപോലെ കുതിർന്ന് വരണം. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാം. അരിയെല്ലാം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. ഒരു തവണയും കൂടി ഞാനിത് കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അരച്ചെടുക്കുന്നത്. അപ്പം ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് നമ്മൾ റാഗിയും അരിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ തേങ്ങയും 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും പാകത്തിന് കല്ലുപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞു വരണം കേട്ടോ. ഇപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം പാകത്തിന് കട്ടിയാക്കി കൊടുക്കാം. കട്ടിയാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് രാത്രിയാണ് ചെയ്തെടുക്കുന്നത്. രാവിലെയാണ് നമ്മൾ വെള്ളയപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഞാനൊരു 10 മിനിറ്റും കൂടി അടച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു വെള്ളയപ്പ ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം മാവൊഴിച്ച് കൊടുത്ത് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. ഇനിയിപ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ റാഗി കൊണ്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. എടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റാഗി വെള്ളയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.